Hi dears, welcome back to my channel. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പ്ലം കേക്ക് ആണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡിലാണ് നമ്മൾ ഈ ഒരു പ്ലം കേക്ക് തയ്യാറാക്കി എടുക്കുന്നത്. ഇത് നമുക്ക് ഓവനോ ബീറ്ററോ ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ ആൽക്കഹോളോ ഓറഞ്ച് ജ്യൂസോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ മിക്സിയിലാണ് ബാറ്ററൊക്കെ തയ്യാറാക്കി എടുക്കുന്നത്. വളരെ ഈസി ആയിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. എന്നാൽ ടേസ്റ്റിനോ സോഫ്റ്റിനോ ഒന്നും ഒട്ടും കുറവില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കിട്ടും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, ഇത് നമ്മുടെ ഗീവ് അവേയുടെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കണ്ടിട്ട് കമന്റ് ഇടാൻ ആരും മറക്കരുത്. കൂടെ തന്നെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഈ ഒരു ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് സിമ്പിളായിട്ടുള്ള ഈ ഒരു പ്ലം കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 3 കളറിലുള്ള ട്യൂട്ടി ഫ്രൂട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കറുത്ത ഉണക്കമുന്തിരിയും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോന്നും 1/4 കപ്പ് വീതമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇത് 4ഉം കൂടെ 1 കപ്പാണുള്ളത്. ഇനി ഇതിലേക്ക് കാഷ്യൂ നട്ട്സും ബദാമും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം ഇതൊന്ന് സോക്ക് ചെയ്തെടുത്ത ശേഷം വേണം അത് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചെറീസും ഈത്തപ്പഴമൊക്കെ വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്കിത് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കാരമൽ സിറപ്പ് തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു പാന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ പഞ്ചസാരയൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് തന്നെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇതൊരു നല്ല ബ്രൗൺ നിറം ആവുന്നതുവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ലൊരു ബ്രൗൺ നിറം ആയാലേ നമ്മുടെ കേക്കിന് നല്ലൊരു കളർ കിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 1/2 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഇതൊന്ന് കട്ടയാവും. അതിനുശേഷം നമ്മൾ തീ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് അലിഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള കാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ പ്ലം കേക്ക് തയ്യാറാക്കി എടുക്കുമ്പോൾ 2-3 ദിവസം മുമ്പൊക്കെ ഇതുപോലെ സോക്ക് ചെയ്ത് വെക്കാറുണ്ട്. അതല്ലെങ്കിൽ 2-3 മണിക്കൂർ മുമ്പൊക്കെ ചെയ്ത് വെക്കാറുണ്ട്. ഇത് ഏറ്റവും ഈസി ആയിട്ടാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മളിത് സോക്ക് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അത്രയും സമയം ഇത് കുതിർത്തെടുത്താൽ മതി. എന്നാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്ന പാത്രം അതൊന്ന് ബട്ടർ പേപ്പറൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് റെഡി ആക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ട് ബട്ടർ പേപ്പറൊക്കെ ഒന്ന് ഇതിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതായത് തന്നെ നിങ്ങൾ വെക്കണം കേട്ടോ. എന്നാലും നമുക്ക് ബാറ്റർ തയ്യാറാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏത് പാത്രത്തിലും നിങ്ങൾക്ക് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. സ്റ്റീലിൻ്റെ പാത്രത്തിലോ അതല്ലെങ്കിൽ സോസ് പാനിലൊക്കെ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു അരിപ്പ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് അളവിലാണ് മൈദ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, സോഡാപ്പൊടി. ഇനി ഇത് 3ഉം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഒരു പ്രാവശ്യം ഞാനിവിടെ അരിച്ചെടുക്കുന്നുള്ളൂ. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബീറ്ററൊന്നും ഉപയോഗിക്കുന്നില്ല. മിക്സിയുടെ ജാറിലാണ് ഇവിടെ ബാറ്റർ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം പട്ടയും 2 ഗ്രാമ്പും 1 ഏലക്കയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ജാതിക്ക ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ പഞ്ചസാര നല്ലപോലെ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ച് കൊണ്ടുവരാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് സമയം ഒന്ന് അടിച്ച് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്ത ശേഷം ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്ത ശേഷം ഒരുപാട് സമയമൊന്നും മിക്സിയിൽ അടിച്ചെടുക്കരുത് കേട്ടോ. കുറച്ച് സമയം ഒന്ന് മിക്സ് ആയി കിട്ടുന്ന അത്രയും സമയം മതി. ഇനി നമുക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം പകുതി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അതിനുശേഷം ബാക്കിയുള്ളതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കേക്ക് എന്തിലാണോ ബേക്ക് ചെയ്യുന്നത് അതൊന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പഴയ കുക്കറിലാണ് കേക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. നിങ്ങൾ ഏത് പാത്രത്തിലാണോ തയ്യാറാക്കിയെടുക്കാറുള്ളത് അതൊന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഈ കുക്കർ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചൊരു 10 മിനിറ്റ് ഒന്ന്
പ്രീ ഹീറ്റ് ചെയ്തെടുക്കട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇവിടെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കാഷ്യൂ നട്ട്സും ബദാമും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കേക്കിൻ്റെ അടിയിൽ പോയി കിടക്കാതിരിക്കാനാണ് ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം ഒരേ ഡയറക്ഷനിൽ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സും ബാറ്ററൊക്കെ നല്ല പോലെ ഒന്ന് മിക്സ് ആയി കിട്ടണം. അപ്പോൾ ഞാനിവിടെ നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ബാറ്റർ കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. കാണാനുള്ള ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത കുക്കറിലേക്ക് ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ച ശേഷം ഒരു കേക്ക് ടിന്നി വെച്ച് കൊടുക്കാം. ഇനി നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ കുക്കറിൻ്റെ അടുപ്പ് വെച്ചിട്ട് തന്നെ വേണമെങ്കിൽ അടച്ചു വെക്കാം. ഇതുപോലെ അടുപ്പ് വെച്ചിട്ടാണ് മൂടി വെക്കുന്നത്. ഇനി നമുക്കിതൊരു ആദ്യം 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ശേഷം ഒരു 50 മിനിറ്റ് ലോ ഫ്ലെയിമിലും ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 50 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയിട്ടുണ്ട്. കേക്കൊക്കെ നന്നായിട്ട് തന്നെ ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. ഞാൻ അടച്ചു വെച്ച മൂടിയിൽ ഈ കേക്കിൻ്റെ മേൽഭാഗം പൊങ്ങിയിട്ട് തട്ടിയിട്ട് അത് അതുമേ അടർന്ന് പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്കിൻ്റെ മുകൾഭാഗം നമുക്കിവിടെ മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇതൊന്ന് കുക്കായിട്ടുണ്ടോ നോക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് ക്ലീനായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കുക്കായിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ വശത്തൊന്നും നമുക്കൊന്ന് കുത്തി നോക്കാം. അപ്പോൾ ഇതിവിടെ ക്ലീനായി വന്നതുകൊണ്ട് തന്നെ നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് കേക്ക് ഇതിന്ന് മാറ്റി ചൂടാറിയ ശേഷം നമുക്ക് ഇത് നോക്കാം കേട്ടോ. ഇപ്പോൾ ഇതിവിടെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇതിൻ്റെ ബട്ടർ പേപ്പർ ഒന്ന് റിമൂവ് ചെയ്യട്ടെ. ഇത് കണ്ടില്ലേ, കേക്കിൻ്റെ അടിഭാഗമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കേക്കിൻ്റെ മുകൾ ഭാഗം കാണുമ്പോൾ നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടാവും. അത് നമ്മുടെ ഈ ഒരു കേക്ക് ആ ഒരു മൂടിയിൽ അത്രയും ഉയരത്തിൽ പൊങ്ങിയിട്ട് തട്ടിയത് കാരണമാണ് അതിൻ്റെ ഭാഗം അവിടെ ഒട്ടിപ്പിടിച്ച് പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു മുകൾ ഭാഗം പതുക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്, കേക്കൊന്ന് ലെവലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് മൈദ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പ്ലം കേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ 6 ഇഞ്ചിൻ്റെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഉയരത്തിൽ ഇതുപോലെ പൊങ്ങി കിട്ടും. അപ്പോൾ നമ്മുടെ ഈ ഒരു കേക്ക് നല്ല സോഫ്റ്റ് ആണ്, നല്ല ടേസ്റ്റും ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് അറിയിക്കണം. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് ആണ് കേട്ടോ, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ ട്രൈ ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഗീവ് അവേയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് നല്ല നല്ല വീഡിയോസുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ കാണാം. താങ്ക്